എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുള്ളത്? സൗരയൂഥത്തിൽ നമ്മുടെ അയൽഗ്രഹങ്ങളിലൊന്നും തന്നെ ജീവനും ജീവികളും ഉണ്ടാകാതെ ഭൂമിയിൽ മാത്രം എങ്ങനെയുണ്ടായി? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും നമ്മുടെ ഭൂമി എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ജീവനുണ്ടാകാൻ വേണ്ട എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മുടെ എർത്തിനുള്ളത്? ശൂന്യാകാശത്തെ ഹൈഡ്രജനും ഹീലിയവും മറ്റു പൊടിപടലങ്ങളും അടിഞ്ഞുകൂടിയാണ് ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നത്. ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അതിൻ്റെ ഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. നക്ഷത്രം രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ ചുറ്റിലുമുള്ള പൊടിപടലങ്ങൾ കൂട്ടിയിടിച്ച് വലുതായി വരും. വലുതാകും തോറും ഗുരുത്വാകർഷണ ബലവും കൂടും. അത് വീണ്ടും വീണ്ടും പൊടിയും പാറയുമെല്ലാം വലിച്ചെടുപ്പിക്കും. ഇങ്ങനെ അവ കൂടിച്ചേർന്ന് ഒരു ഗ്രഹമായി മാറും. നമ്മുടെ ഭൂമി രൂപപ്പെട്ടതും ഇങ്ങനെ സൗര നെബുലയിലെ പൊടിപടലങ്ങളും പാറകളും അടിഞ്ഞുകൂടിയാണ്. എന്നാൽ സോളാർ നെബുലയിൽ ഒരുപാട് വാതകങ്ങളുമുണ്ട്. നക്ഷത്രത്തിൽ നിന്നുള്ള അതിഭയങ്കരമായ ചൂടും സോളാർ വിൻഡും കാരണം വാതകങ്ങളെ അതിനടുത്ത് അടിഞ്ഞുകൂടാൻ സമ്മതിക്കില്ല. എന്നാൽ പാറകൾക്കും പൊടിപടലങ്ങൾക്കും ഈ പ്രശ്നമില്ല. ഇത് കാരണം നക്ഷത്രത്തിൻ്റെ അടുത്ത് പാറകൾ നിറഞ്ഞ ഗ്രഹങ്ങളും അകലെ വാതകങ്ങൾ കൂടുതലുള്ള ഗ്രഹങ്ങളുമായിരിക്കും രൂപപ്പെടുക. ഈ ഒരു പ്രത്യേകത നമ്മുടെ സൗരയൂഥത്തിലും കാണാം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്നീ ഗ്രഹങ്ങൾ മണ്ണും പാറകളും നിറഞ്ഞവയാണ്. ഇവയെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. എന്നാൽ അതിനപ്പുറമുള്ളവ പ്രധാനമായും വാതക ഭീമന്മാരാണ്. ജൂപ്പിറ്റർ, സാറ്റേൺ തുടങ്ങിയവ. മറ്റ് ഗാലക്സികളുടെ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുടെ ക്രമം ഈ രീതിയിൽ തന്നെയായിരിക്കും. ഇതിൽ മണ്ണും പാറയും നിറഞ്ഞ ഗ്രഹങ്ങളിലായിരിക്കും ജീവനുണ്ടാകാൻ സാധ്യതയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജീവനുണ്ടാകാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ഘടകമാണ് ജലം. ഒരു നക്ഷത്രത്തിലെ ഒരു ഗ്രഹത്തിൽ ജലമുണ്ടാകാൻ ആ ഗ്രഹത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഭൂമിയിലെ ജീവൻ ജലത്തെ അടിസ്ഥാനമാക്കിയതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ജലം എന്ന് വച്ചാൽ ദ്രാവക ജലമാണ് ഉദ്ദേശിക്കുന്നത്. ദ്രാവക ജലം ഉണ്ടാവണമെങ്കിൽ ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഒരു പ്രത്യേക അകലത്തിലായിരിക്കണം. ഇതിനെ ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡിലോക്ക് സോൺ എന്നാണ് പറയുന്നത്. ഗോൾഡിലോക്ക് സോണിലുള്ള ഒരു ഗ്രഹം നക്ഷത്രത്തിൽ നിന്ന് യോജിച്ച ദൂരത്തിലാണ്. ഗ്രഹം നക്ഷത്രത്തിൻ്റെ അടുത്താണെങ്കിൽ ചൂട് കാരണം ഗ്രഹത്തിലെ ജലം നീരാവിയായി മാറും. ഉദാഹരണത്തിന് നമ്മുടെ ബുധൻ. അവിടെ ജലമുണ്ടാവുക സാധ്യമല്ല. ഗ്രഹം നക്ഷത്രത്തിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ സൂര്യപ്രകാശം അവിടെ ലഭിക്കത്തില്ല. ഇത് കാരണം ജലം ഐസ് രൂപത്തിലുമായിരിക്കും. അതും ജീവന് യോജിച്ച സംഗതിയല്ല. ഉദാഹരണത്തിന് നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളായ യുറാനസ്, നെപ്റ്റ്യൂൺ ഇവ ഐസ് ജയൻസ് ആണ്. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യൻ്റെ ഗോൾഡിലോക്ക് സോണിൽ സ്ഥിതി ചെയ്യുന്നത് 3 ഗ്രഹങ്ങൾ മാത്രമാണ്. ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണവ. ഇതിൽ ഭൂമിയാണ് ഈ സോണിൻ്റെ ഏറ്റവും ഉള്ളിലായി യോജിച്ച സ്ഥലത്തുള്ളത്. ബാക്കി 2 സോണിൻ്റെ അരികിലാണ്. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ ചുറ്റുന്ന മുഴുവൻ സമയവും ഗോൾഡിലോക്ക് സോണിലായിരിക്കണം. ഭൂമിയുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. കാരണം ഭൂമിയുടെ ഓർബിറ്റിന് ഏതാണ്ട് വൃത്താകൃതി തന്നെയാണ്. ദീർഘവൃത്താകാരമുള്ള പാതകളാണെങ്കിൽ ഗ്രഹം ചില സമയത്ത് സോണിൽ നിന്ന് പുറത്തു പോകും. എർത്ത് വളരെ ദീർഘവൃത്താകാരമുള്ള പാതയിലായിരുന്നു സൂര്യനെ ചുറ്റുന്നതെങ്കിലോ ഒരു വർഷത്തിൽ കുറച്ച് മാസങ്ങൾ ഭൂമി സൂര്യനോട് വളരെ അടുത്തു വരും. കടൽ പകുതിയും വറ്റും. അന്തരീക്ഷം നീരാവി കൊണ്ട് നിറയും. ഈ നീരാവി ചൂട് ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി വർഷത്തിൽ കുറച്ചു കാലം എർത്ത് വളരെ അകന്നു പോയാലോ എർത്തിലുള്ള ജലമെല്ലാം ഐസായി മാറും. കൂടാതെ വളരെ കുറച്ച് സൂര്യപ്രകാശം മാത്രമേ എർത്തിൽ പതിക്കുകയുള്ളൂ. ഇത്തരമൊരു ഗ്രഹത്തിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒരു ഗ്രഹത്തിൽ ലിക്വിഡ് വാട്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഗ്രഹത്തിൻ്റെ സ്ഥാനം മാത്രമല്ല മറ്റു പല കാര്യങ്ങളെയും അനുസരിച്ചിരിക്കും. അതിലൊന്നാണ് ആ ഗ്രഹത്തിലെ അന്തരീക്ഷം. ഒരു ഗ്രഹത്തിലെ അന്തരീക്ഷം വളരെ കട്ടി കുറഞ്ഞ നേരിയ അന്തരീക്ഷമാണെങ്കിൽ വായുമർദ്ദം കുറവായിരിക്കും. അന്തരീക്ഷമർദ്ദം കുറഞ്ഞാൽ ജലം പെട്ടെന്ന് നീരാവിയായി പോകും. ഉദാഹരണത്തിന് ചൊവ്വയിലെ അന്തരീക്ഷം ഭൂമിയെ അപേക്ഷിച്ച് വളരെ നേർത്തതാണ്. 10 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അവിടെ ജലം തിളയ്ക്കും. അതുകൊണ്ട് നേർത്ത അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിൽ ദ്രാവക ജലമുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ എന്താണ് വളരെ തിന്നായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകാനുള്ള പ്രധാന കാരണം? ഇത് ഗ്രഹത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കും. ചെറിയ ഗ്രഹങ്ങളിൽ ഗ്രാവിറ്റി വളരെ കുറവായിരിക്കും. തന്മൂലം വാതകങ്ങൾ ശൂന്യാകാശത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. ഗ്രഹത്തിൻ്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ വലിച്ചടുപ്പിച്ച് നിർത്താനുള്ള ഗ്രാവിറ്റി ഈ ഗ്രഹങ്ങൾക്ക് ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മുടെ ചന്ദ്രനിൽ വായു ഇല്ലാത്തത് ഇതിനാലാണ്. എന്നാൽ വളരെ വലിയ ഗ്രഹങ്ങളിൽ
ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം വളരെ കട്ടിയുള്ള അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ സംഭവിച്ചാലും അത് ജീവന് തടസ്സമാണ്. കട്ടിയുള്ള അന്തരീക്ഷം മൊത്തത്തിലുള്ള താപം വർദ്ധിപ്പിക്കും, പ്രത്യേകിച്ചും ചൂട് ആഗിരണം ചെയ്യുന്ന വാതകങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെ അവിടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലുണ്ടാവും. ഈ നീരാവി ചൂട് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിന് ചൂട് കൂട്ടുകയും ചെയ്യും. നക്ഷത്രപ്രകാശം നീരാവിയിലെ ജലതന്മാത്രയെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ കാരണമാകും. ഇത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് വഴിതെളിക്കും. ഇത് അന്തരീക്ഷത്തിൻ്റെ ചൂട് വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് വീനസിലെ അന്തരീക്ഷം. അവിടുത്തെ താപനില 460 ഡിഗ്രി സെൽഷ്യസ് ആണ്. അന്തരീക്ഷമർദ്ദം ഭൂമിയുടെ ഏകദേശം 100 ഇരട്ടിയുമാണ്. ഒരു ഗ്രഹത്തിൽ ജീവൻ വേണമെങ്കിൽ ആ ഗ്രഹത്തിന് ശക്തമായ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കണം. സൂര്യനിൽ നിന്ന് ധാരാളം ചാർജുള്ള കണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇവയാണ് സൗരക്കാറ്റ് അല്ലെങ്കിൽ സോളാർ വിൻഡ്. സൂര്യൻ്റെ കൊറോണ എന്ന് വിളിക്കുന്ന പുറം ഭാഗത്തു നിന്നും പുറത്തേക്ക് തെറിക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഹീലിയം ന്യൂക്ലിയസ് എന്നിവയാണവ. ഇവ സഞ്ചരിക്കുന്ന വേഗത അത്ര ചെറുതല്ല. ഭൂമിക്കടുത്ത് വരുമ്പോൾ ഏകദേശം 500 km/s എന്ന വേഗതയാണ് ഇവയ്ക്കുള്ളത്. സൂര്യൻ്റെ കൊറോണയിലെ പ്ലാസ്മയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സൗരക്കാറ്റിൻ്റെ വേഗതയും അളവുമെല്ലാം ചെറുതായി മാറിക്കൊണ്ടിരിക്കും. എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും സൗരക്കാറ്റ് അവയുടെ ഗ്രഹങ്ങളിൽ എത്തുന്നുണ്ട്. ഈ ചാർജുള്ള അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ അന്തരീക്ഷത്തെ പറിച്ച് പുറത്തെറിയും. അന്തരീക്ഷത്തിലെ വാതക തന്മാത്രയെ പുറത്തേക്ക് തട്ടിത്തെറിപ്പിക്കും. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ കട്ടി കുറഞ്ഞു വരും. നമ്മുടെ ചന്ദ്രനിലും ചൊവ്വയിലുമെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. സൗരക്കാറ്റ് ഏൽക്കുന്ന ഗ്രഹങ്ങളിൽ ജീവന് സാധ്യത തീരെയില്ല. കാരണം ഇത് അന്തരീക്ഷത്തെ നശിപ്പിക്കുക മാത്രമല്ല, ജൈവ തന്മാത്രകളെ വിഘടിപ്പിക്കുകയും ചെയ്യും. ഭാഗ്യത്തിന് ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കാതെ വ്യതിചലിച്ചു പോകും. ഇതിന് കാരണം ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ്. ചാർജുള്ള കണങ്ങൾ ഒരു കാന്തിക മണ്ഡലത്തിൽ വരുമ്പോൾ അവയിലൊരു ബലം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് സൗരക്കാറ്റിനെ വ്യതിചലിപ്പിക്കുന്നത്. ഭൂമിക്ക് ചുറ്റും ഒരു ബെൽറ്റ് പോലെ ഇവ വളഞ്ഞു സഞ്ചരിക്കും. ഈ ഭാഗമാണ് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ്. സൗരക്കാറ്റിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കും. ശക്തമായ സൗരക്കാറ്റുണ്ടാകുമ്പോൾ കുറേ ഭാഗം ഭൂമിയിൽ പതിക്കും. കാന്തിക മണ്ഡലത്തിലൂടെ വളഞ്ഞു സഞ്ചരിക്കുന്ന സൗരക്കാറ്റ് പ്രധാനമായും ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കും കാണപ്പെടുക. ചാർജുള്ള കണങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആറ്റങ്ങളിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ചുവപ്പോ പച്ചയോ നിറത്തിലുള്ള പ്രകാശം പുറത്തു വരും. ഇതിന് ഒറോറ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് എർത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്? എർത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളത് ഇരുമ്പിൻ്റെ ഒരു ഗോളമാണ്. ഇതിൻ്റെ റേഡിയസ് ഏകദേശം 1220 കിലോമീറ്റർ വരും. ഇതിന് മുകളിൽ ഏകദേശം 2200 കിലോമീറ്റർ കനത്തിലുള്ളത് പ്രധാനമായും ഉരുകിയ ഇരുമ്പാണ്. അവിടെയുള്ള റേഡിയോ ആക്റ്റീവായ മൂലകങ്ങളും ചേർന്നാണ് ഇത്രയും ചൂടുണ്ടാക്കുന്നത്. ഏറ്റവും ഉള്ളിലെ ചൂട് ഏകദേശം 5700 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്ര ചൂടിലും കോർ ഉരുകാതെ നിൽക്കുന്നത് അത്ര വലിയ മർദ്ദത്തിലാണ്. ഉരുകിയ ഇരുമ്പ് കാരണം ഭൂമി ഒരു ഡൈനാമോ പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്. ഭൂമിയുടെ കറക്കമാണ് ഉരുകിയ ഇരുമ്പിൻ്റെ ചലനത്തിന് സഹായിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഒരു ഗ്രഹത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് നോക്കി ആ ഗ്രഹത്തിന് കാന്തിക മണ്ഡലം ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ പതിയെ തിരിയുന്ന ഗ്രഹമാണെങ്കിൽ അവിടെ കാര്യമായ കാന്തിക മണ്ഡലം ഉണ്ടാവില്ല. കാരണം ഗ്രഹത്തിൻ്റെ ഉള്ളിലെ ഉരുകിയ ലോഹങ്ങൾ നന്നായി ചലിക്കണമെങ്കിൽ ഗ്രഹം വേഗത്തിൽ കറങ്ങണം. അതായത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് ആ ഗ്രഹത്തിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിദൂര ഗ്രഹത്തിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്ന സ്പീഡ് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവിടെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. വളരെ പതിയെ തിരിയുന്ന ഗ്രഹങ്ങളിൽ ജീവൻ പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ഉള്ളതിനാലാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്. മറ്റ് ഗ്രഹങ്ങളിൽ ജീവനെ തേടുമ്പോൾ ശാസ്ത്രജ്ഞർ നോക്കുന്നത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളതാണ്. അവരുടെ അധ്വാനം ഒരിക്കൽ വിജയം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കാം.